വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് 2.0. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അന്നപദത്തിലൂടെ ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ അന്നപദത്തിലൂടെ ചാപ്റ്ററാണ്. അതിൻ്റെ പല്ലുകൾ വരെയുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി പറയാൻ പോകുന്നത് മറ്റേ നമ്മുടെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. ആ ചാപ്റ്റർ തന്നെ ഉള്ളതാണ്. അതും വൃക്കയും കരളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നേരത്തെ എൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആണിത് വരുന്നത്. അപ്പോൾ അത് നോട്ടൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാരണം ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സയൻസിൽ ചോദിക്കുന്നവരുണ്ട്. ഖാദി ബോർഡിന് തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 20 മാർക്കിനായിരുന്നു സയൻസ് ചോദിച്ചത്. ഓക്കെ, അതിൽ മിക്കതും എന്ത് തന്നെയായിരുന്നു, ബയോളജി ആയിരുന്നു കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് നിസ്സാരമായിട്ട് കാണരുത്. ഇനി വരുന്ന LDCക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, കൂടുതലും സയൻസും ബയോളജിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് തന്നെ എന്ത് ചെയ്യണം, നോട്ട് എഴുതി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് അല്ലെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. അപ്പോൾ അടുത്ത ചോദ്യം ദഹനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? ഓക്കെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനം തുടങ്ങുന്നത് എവിടെ വെച്ചാണെന്ന് ചോദ്യം. എവിടെ വെച്ചാണ്? വായിൽ വെച്ചാണ്, മൗത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഡൈജഷൻ തുടങ്ങുന്നത്. ദഹനം തുടങ്ങുന്നത് എവിടെ വെച്ചാണ്? മൗത്തിൽ വെച്ചാണ്, വായിൽ വെച്ചാണ്. അടുത്തത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസം എന്താണ്? ഓക്കെ, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസം, സലൈവയിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസം ഏതാണ് ചോദ്യം. ഉത്തരം ടൈലിൻ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ടൈലിനാണ്, ടൈലിൻ. അടുത്ത ചോദ്യം, വായിൽ നിന്ന് ആഹാരം ആമാശയത്തിലെത്തുന്നത് ഏത് ഭാഗം വഴിയാണ്? ഓക്കെ, വായിൽ നിന്ന് ആഹാരം ആമാശയത്തിലേക്ക് എത്തുന്നത് ഏത് ഭാഗം വഴിയെന്നാണ്? ഏത് ഭാഗം വഴിയാണ്? അന്നനാളം വഴിയാണ്. അന്നനാളം അല്ലെങ്കിൽ ഈസോഫാഗസ് വഴിയാണ്. അന്നനാളം വഴിയാണ്. ചിലപ്പോൾ ഈസോഫാഗസ് എന്നായിരിക്കും ചോദിക്കുന്നത്, അപ്പം അതോടെ പഠിച്ചു വെച്ചേക്കണം. അപ്പം വായിൽ നിന്ന് ആഹാരം ആമാശയത്തിലേക്ക് പോകുന്ന ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ ഏത് വഴിയാണ്? ഈസോഫാഗസ് വഴിയാണ്, അല്ലെങ്കിൽ അന്നനാളം വഴിയാണ്. ഈ അന്നനാളത്തിൽ തരംഗ രൂപത്തിലുള്ള ചലനത്തെ വിളിക്കുന്ന പേര്. ഓക്കെ, അന്നനാളത്തിന്റെ തരംഗ രൂപത്തിൽ ഉള്ള ചലനത്തെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. PSC 1 മാർക്ക്. ഓക്കെ, പെരിസ്റ്റാൾസിസ്. ചോദ്യം ഒന്ന് വായിക്കാം. അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തെ വിളിക്കുന്ന പേര് എന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. ഓക്കെ, പെരിസ്റ്റാൾസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. PSC 1 മാർക്ക് ചെയ്തിട്ടുള്ള. അടുത്ത്, അന്നനാളത്തിൻ്റെയും ചെറുകുടലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന അവയവം. അന്നനാളത്തിനും ചെറുകുടലിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അവയവം ഏതാണ് ചോദ്യം. ഏതാണ് അവയവം? ആമാശയം. ഏതാണ്? ആമാശയമാണ്. ഇതാണ് അന്നനാളം എന്ന് വിചാരിക്കുക. അന്നനാളത്തിൽ നിന്ന് അവസാനിക്കുകയും ചെറുകുടലിലേക്ക് തുടങ്ങുകയും ചെയ്യുന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേര് എന്താണ്? ഇതാണ് ചെറുകുടലിലേക്ക് തുടങ്ങുന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. ഈ ഭാഗത്തെ വിളിക്കുന്ന പേരെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ അവയവം ഏതാണ് ചോദ്യം. ഏതാണ്? ആമാശയം. ഓക്കെ, ഇത് അന്നനാളം. ഓക്കെ, അന്നനാളത്തിനും ചെറുകുടലിനും ഇത് ചെറുകുടലാണ്. ചെറുകുടലിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന അവയവം എന്ന് ചോദിച്ചാൽ ഏതാണ്? ആമാശയമാണ്. ഓക്കെ, ആമാശയം. ഇങ്ങനെയാണ് ആമാശയത്തിൻ്റെ ഏകദേശ ഷേപ്പ്. ഇവിടെ നിന്നൊരു ചെറിയ തള്ളലും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വളവും, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ചെറുകുടൽ തുടങ്ങുന്നു. ഓക്കെ, ഇത്രയാണ് എന്തെന്ന് പറയാൽ ഈ അന്നനാളത്തിനും ചെറുകുടലിനും ഇടയിൽ കാണപ്പെടുന്ന അവയവത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ആമാശയം. ഓക്കെ, അടുത്ത ചോദ്യം, ഭക്ഷണം വിഘടിച്ച് അടിസ്ഥാന പോഷക ഘടകങ്ങളായി തീരുന്ന ഭാഗം. ഓക്കെ, എവിടെ വെച്ചാണ്, ഈ ഭാഗത്ത് എവിടെ വെച്ചാണ് ആഹാര പദാർത്ഥങ്ങൾ വിഘടിക്കുകയും എന്ത് ചെയ്യുന്നു, അടിസ്ഥാന പോഷക ഘടകം ആവുന്നത് എവിടെ വെച്ചാണെന്ന് ചോദ്യം. എവിടെ വെച്ചാണ്? ആമാശയത്തിൽ വെച്ചാണ്. ഓക്കെ, ആമാശയത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു,
അല്ലെങ്കിൽ ഭക്ഷണം വിഘടിച്ച് അടിസ്ഥാന പോഷക ഘടകങ്ങളായിട്ട് മാറുന്നു. അടുത്ത ചോദ്യം, ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേര്. അതായത് ആമാശയത്തിനകത്ത് ഒരു ആസിഡ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ആസിഡിന്റെ പേരെന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, HCl ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഇവിടെ കാണപ്പെടുന്നത്, ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആഹാരം ദഹിക്കുന്നതിന് ആവശ്യമായ രാസാഗ്നികളും അമ്ലങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ വെച്ചാണ് എന്നാണ് ചോദ്യം. അതായത് ഈ പറഞ്ഞതിൽ അല്ലെ ഈ ഡൈജഷൻ സഹായിക്കുന്ന രാസാഗ്നി എന്ന് പറഞ്ഞാൽ എൻസൈം എന്നാണ്. എൻസൈം, രാസാഗ്നി. പിന്നെ ആസിഡുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ വെച്ചൊക്കെയാണെന്നാണ് ചോദ്യം. ഒരു ഭാഗമല്ല, അല്ലെങ്കിൽ ദഹനത്തിന് സഹായിക്കുന്നത് ഒരു അവയവമല്ല, പകരം ഒരു കൂട്ടം അവയവങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ദഹനത്തിന് സഹായിക്കുന്നത്. അതിൽ രാസാഗ്നികൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നതും അല്ലെങ്കിൽ ആസിഡുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള അവയവങ്ങളാണ്. ഒന്ന് ആമാശയം, 2 കരൾ, 3 ആഗ്നേയഗ്രന്ഥി. ഈ ആഗ്നേയഗ്രന്ഥി അല്ലെങ്കിൽ പാങ്ക്രിയാസ്, ഇതാണ് പാങ്ക്രിയാസ്. ഇവയാണ് എന്തിനു സഹായിക്കുന്നത്? എൻസൈമുകൾ അല്ലെങ്കിൽ രാസാഗ്നികൾ അല്ലെങ്കിൽ ആസിഡുകളൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ഈ ദഹനത്തിന് സഹായിക്കുന്ന ആസിഡുകളും രാസാഗ്നികളൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന അവയവങ്ങളാണ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമാശയം, കരള്, ആഗ്നേയഗ്രന്ഥി. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഭാഗങ്ങൾ വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ആമാശയം, കരള്, ആഗ്നേയഗ്രന്ഥിയാണ്. ഓക്കെ, ആമാശയ രസത്തിലെ രാസാഗ്നി അല്ലെങ്കിൽ എൻസൈം ഏത്? നമ്മൾ എൻസൈം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആമാശയമാണെന്ന് പറഞ്ഞു. അതിൽ ആമാശയത്തിലെ ദഹനരസത്തിൽ അല്ലെങ്കിൽ ആമാശയ രസത്തിൽ കാണപ്പെടുന്ന രാസാഗ്നി ഏതാണ് ചോദ്യം, എൻസൈം ഏതാണ് ചോദ്യം. ആ എൻസൈമിന്റെ പേരാണ് പെപ്സിൻ. ഏതാണ്? പെപ്സിൻ. ഓക്കെ, പെപ്സിനാണ് എവിടെ കാണപ്പെടുന്നത്? ആമാശയത്തിൽ കാണപ്പെടുന്ന ദഹനരസ അല്ലെങ്കിൽ രാസാഗ്നി എന്ന് പറയുന്നത്. ഓക്കെ, ആമാശയത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ആമാശയത്തിലെ ദഹനരസത്തിൽ കാണപ്പെടുന്ന രാസാഗ്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഇത് പെപ്സിനാണ്. ഓക്കെ, പെപ്സിനാണ്. അടുത്ത് ആമാശയത്തിന്റെ ആകൃതി. ഓക്കെ, സ്റ്റൊമക്കിന്റെ അല്ലെങ്കിൽ ആമാശയത്തിന്റെ ആകൃതി ഏതാണ് ചോദ്യം. ഏതാണ് ആകൃതി? ജെ ആകൃതിയാണ്. ഇതാ ആ ഷേപ്പ് നോക്ക്, ഈ ഒരു വളഞ്ഞ ഷേപ്പ് അല്ലേ. അതുകൊണ്ട് തന്നെ ആമാശയത്തിന്റെ ആകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ ആകൃതി എന്നാണ് പറയുന്നത്. ജെ ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്? ആമാശയം കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എല്ലാവർക്കും അറിയാം. ഏതാണ് മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്? കരളാണ്. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? കരളാണ്. മനുഷ്യരത്തിലെ രാസപരീക്ഷണശാല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കരളാണ്. അടുത്ത്, കരൾ സ്രവിക്കുന്ന ദഹനരസത്തിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. അതായത് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? പിത്തരസമാണ്. പിത്തരസം അല്ലെങ്കിൽ ബൈലാണ്. പിത്തരസം അല്ലെങ്കിൽ ബൈലാണ് എന്ത് ചെയ്യുന്നത്? കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദഹനരസം എന്ന് പറയുന്നത് ബൈല്. ഓക്കെ, ഇതെന്തിനു സഹായിക്കുന്നു? ഈ ബൈല് അല്ലെങ്കിൽ പിത്തരസം എന്തിനാണ് സഹായിക്കുന്നത്? കൊഴുപ്പുകളെ കണികകളാക്കാനാണ് ഉപയോഗിക്കുന്നത്. കൊഴുപ്പ് അല്ലെങ്കിൽ കൊഴുപ്പിന്റെ ദഹനത്തിനാണ് എന്ത് സഹായിക്കുന്നത്? ബൈൽ സഹായിക്കുന്നത്. ബൈൽ സഹായിക്കുന്നതാണ് കൊഴുപ്പ് ദഹനത്തിനാണ് എന്ത് ചെയ്യുന്നത്? ബൈല് സഹായിക്കുന്നതെന്ന് പറയുന്നത്. ബൈൽ എവിടെയാണ് ഉണ്ടാകുന്നത്? കരളിലാണ് ഉണ്ടാകുന്നത്. പിത്തരസം എന്നാണ് നമ്മൾ തന്നെ മലയാളത്തിൽ പറയുന്നത്. പിത്തരസം ഉണ്ടാകുന്നത് എവിടെയാണ്? കരളിലാണ്. കൊഴുപ്പ് ദഹനത്തിനാണ് എന്ത് ചെയ്യുന്നത്? ബൈൽ അല്ലെങ്കിൽ പിത്തരസം ഉപയോഗിക്കുന്നത്. അടുത്ത്, പിത്തരസത്തിലെ വർണ്ണവസ്തു ഏത്? ഒരുപാട് PSC ചോദ്യങ്ങൾ നമ്മൾ കണ്ടുള്ളതാണ്. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതുള്ളത്? ഏതാണ്? ബിലിറുബിനാണ്. ഏതാണ്? ബിലിറുബിനാണ്. ബിലിറുബിൻ. ഓക്കെ, പിത്തരസത്തിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു എന്ന് വെച്ചാൽ ഏതാണ്? ബിലിറുബിനാണ്. വേറൊരു വസ്തു കൂടെ ഉണ്ട്. ഏതാണ്? ബിലിവർഡിൻ എന്ന് പറയും. ഇതൊക്കെ എന്തിനു സഹായിക്കുന്നതാണ്? അല്ലെങ്കിൽ ഇതൊക്കെ ഏത് കാണപ്പെടുന്നതാണ്?
പിത്തരസത്തിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ്. പിത്തരസം ഉപയോഗിക്കുന്നതിനാണ് കൊഴുപ്പ് ദഹനത്തിനാണ് പിത്തരസം സഹായിക്കുന്നത്. പിത്തരസം സഹായിക്കുന്നതിനാണ് കൊഴുപ്പിന്റെ ദഹനത്തിനാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഇത് ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ കേട്ടുള്ളതാണ്. ഇതിനു മുമ്പും നമ്മുടെ ചക്രവാണി ക്ലാസ്സിൽ തന്നെ ദഹനം എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സ്പീഡിനായിട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത് കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞു മനുഷ്യരിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന കരളാണെന്ന് പറഞ്ഞു. അതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയാൻ പോകുന്നത്, കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു ഏത്? വിഷവസ്തു, കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു ഏതാണ്? അമോണിയയാണ്. അമോണിയ, കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു ഏതാണ്? അമോണിയയാണ്. ഈ അമോണിയ എന്തായിട്ട് മാറ്റും? കരള് അമോണിയയെ യൂറിയ ആയിട്ട് മാറ്റും. കരള് അമോണിയ എന്തായിട്ട് മാറ്റും? അമോണിയ എന്ന വിഷവസ്തു ഉണ്ടാകുന്ന എവിടെയാണ്? കരളിലാണ്. കരൾ എന്ത് ചെയ്യും? ആ അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നു. അത് എവിടെ വെച്ചാണ് നടക്കുന്നത്? കരളിൽ വെച്ച് നടക്കുന്ന പ്രക്രിയയാണ്. പിന്നെ യൂറിയ എന്ത് ചെയ്യും? യൂറിനിൽ കൂടി പുറത്തു പോകും. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. കരളൊക്കെ പഠിച്ചപ്പോൾ ഇഷ്ടം പോലെ എന്താണ് വിസർജനമൊക്കെ പഠിപ്പിച്ചപ്പോഴത്തേക്ക് ഒരുപാട് തവണ പറഞ്ഞതാണ്. ഞാനും പറഞ്ഞതാണ്, സാറ് പറഞ്ഞതാണ്, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ യൂറിയ എന്ത് ചെയ്യുന്നു? വിസർജ്യം അല്ലെങ്കിൽ വിസർജനമായ വൃക്ക വഴി എന്ത് ചെയ്യും? യൂറിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യരത്തിലെ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ചോദ്യം ഏതാണ്? കരളാണ്. മനുഷ്യരത്തിലെ ഏറ്റവും കൂടുതൽ താപം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? കരളാണ്. കരൾ. ഓക്കെ, അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. നമ്മൾ നേരത്തെ പറഞ്ഞു മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ രാസാഗ്നി ഉൽപ്പാദിപ്പിക്കുന്നത് ആര് തന്നെയാണ്? കരൾ തന്നെയാണ്. രാസാഗ്നി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം, ഏറ്റവും കൂടുതൽ രാസാഗ്നി ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? കരളാണ്. ഏറ്റവും കൂടുതൽ രാസാഗ്നി ഉൽപ്പാദിപ്പിക്കുന്ന അവയവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? കരളാണ്. അടുത്ത ദഹനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ആഹാരത്തിന് ദഹനം പൂർത്തിയാവുന്ന ശരീരഭാഗം. ഓക്കെ, ആഹാരത്തിന് ദഹനം പൂർത്തിയാകുന്ന ശരീരഭാഗം ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ചെറുകുടലിൽ വെച്ചാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ. ദഹനം പൂർത്തിയാകുന്ന വെച്ചാണ് ചെറുകുടലിൽ വെച്ചാണ്. അതായത് ഈ ആമാശയത്തിലും വായിലും ഒക്കെ വെച്ച് നടക്കുന്ന ദഹന പ്രവർത്തനങ്ങൾ, അതായത് മാംസം എന്തായിട്ട് മാറുന്നു? അമിനോ ആസിഡ്, പ്രോട്ടീനുകൾ അമിനോ ആസിഡായിട്ട് മാറുകയും കാർബോഹൈഡ്രേറ്റുകളെ എന്തായിട്ട് അല്ലെങ്കിൽ സ്റ്റാർച്ചിനെ എന്തായിട്ട് മാറ്റുകയും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസുകളായിട്ട് മാറ്റുകയും കൊഴുപ്പിനെ ഫാറ്റി ആസിഡ് ലിപ്പിഡുകളുമായിട്ടൊക്കെ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ടൊക്കെ മാറ്റുകയും ചെയ്ത് എന്ത് ചെയ്യുന്നു? ചെറുകുടലിലേക്ക് എത്തുന്നു. ഓക്കെ, ചെറുകുടലിലേക്ക് എത്തിയ ഈ അടിസ്ഥാന ഘടകങ്ങൾ, പോഷണത്തിൻ്റെ അടിസ്ഥാന, ഈ നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ ശരീരത്തിലെ ദഹന പ്രവർത്തനങ്ങൾ ആമാശയത്തിലും വായിലും ഈ കുറച്ച് ഭാഗം ചെറുകുടലിലൊക്കെ വെച്ച് നടക്കുന്ന ദഹന പ്രവർത്തനങ്ങൾ ഫലമായിട്ടുണ്ടായ അടിസ്ഥാന പോഷക ഘടകങ്ങളെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ഓക്കെ, രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ഈ ചെറുകുടലിലെ ആഹാരപദാർത്ഥങ്ങളെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. ശരീരത്തിലെ അല്ലെങ്കിൽ ചെറുകുടലിലെ ആഹാരപദാർത്ഥങ്ങളെ അടിസ്ഥാന ഘടകങ്ങളെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് ചെറുകുടലിലെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? വില്ലസുകൾ എന്ന് പറയുന്നത്. ചെറിയ ചെറുവിരലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ്, ചെറുകുടലിലെ ഭാഗമാണ് എന്ന് പറയുന്നത് വില്ലസുകൾ എന്ന് പറയുന്നത്. വില്ലസിൻ്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറയും? വിരലിൻ്റെ ആകൃതിയാണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ചെറുകുടലിൻ്റെ ജോലി എന്താണ്? ഈ ആഹാര പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുക? ആഗിരണം ചെയ്യുക. അല്ലെങ്കിൽ ആഹാര പദാർത്ഥം നമ്മുടെ ദഹനം പൂർത്തിയാകുന്ന വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ചെന്ന് പറയാം? ചെറുകുടലിൽ വെച്ചാണെന്ന് പറയാം. അപ്പോൾ ചെറുകുടൽ കഴിഞ്ഞ് അടുത്ത് വരുന്ന ഭാഗം എവിടെയാണ്? വൻകുടലാണല്ലേ. ചെറുകുടൽ കഴിഞ്ഞ് അടുത്ത് വരുന്ന ഭാഗം ഏതാണ്?
വൻകുടലാണ്. വൻകുടലിന്റെ പ്രത്യേകത എന്താണ്? വൻകുടലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്ന എവിടെ വെച്ചാണ്? വൻകുടലിൽ വെച്ചാണ്. ജലം, ധാതു ലവണങ്ങൾ, ധാതുക്കൾ അല്ലെങ്കിൽ ഈ നമ്മുടെ ആവശ്യമായിട്ടുള്ള മിനറൽസ് നമ്മൾ പറയല്ലേ, മിനറൽസ്, ലവണങ്ങൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള സാൾട്ടുകൾ, ഉപ്പ് പോലുള്ളവ അല്ലെങ്കിൽ Na+ പോലുള്ളവ, KCl പോലുള്ളവയൊക്കെ എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്യുന്ന എവിടെ വെച്ചാണ്? നമ്മുടെ വൻകുടലിൽ വെച്ചാണ്. ഓക്കെ, ജലവും ലവണങ്ങളും ധാതുക്കളും ഒക്കെ എന്ത് ചെയ്യുന്നത്? ആഗിരണം ചെയ്യുന്ന ശരീരത്തിന്റെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? വൻകുടലാണ്. ഓക്കെ, ഈ വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളേണ്ട ഈ ദഹനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്ന ശരീരത്തിന്റെ ഭാഗമാണ് ഏത്? അല്ലെങ്കിൽ മലാശയം. മലാശയത്തിൽ നിന്ന് സംഭരിക്കുന്ന വിസർജ്യം പുറത്തു തള്ളുന്ന ഭാഗമാണ് ഏത്? മലദ്വാരം. നമ്മുടെ റെക്റ്റം എന്നൊക്കെ പറയൂലേ, മലാശയം എന്ന് പറയുന്നതാണ് റെക്റ്റമാണ്. മലാശയം എന്ന് പറയുന്നതാണ് റെക്റ്റമാണ്. ഈ റെക്റ്റത്തിൽ നിന്ന് സംഭരിക്കപ്പെടുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് മലദ്വാരം എന്ന് പറയുന്നത്. മലദ്വാരം. ഓക്കെ, അല്ലെങ്കിൽ ഏനസ് എന്ന് പറയും. ഓക്കെ, ഇത് റെക്റ്റവും, മലാശയം എന്ന് പറയുന്ന റെക്റ്റവും, രക്തത്തിൽ സംഭരിക്കപ്പെടുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന ഭാഗമാണ് ഏത്? മലദ്വാരം അല്ലെങ്കിൽ ഏനസ് എന്ന് പറയും. നമ്മൾ ഈ ഡൈജഷന്റെ പടം വരച്ച് വരുമ്പോഴത്തേക്കും വൻകുടൽ കഴിഞ്ഞ് ഏതാണ് പിന്നെ കാണിക്കുന്നത്? റെക്റ്റമാണ്. റെക്റ്റം കഴിഞ്ഞ് റെക്റ്റത്തിൽ സംഭരിക്കപ്പെടുന്ന വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളുന്ന എവിടെ വെച്ചാണ്? ഏനസിൽ വെച്ചാണ്, അല്ലെങ്കിൽ മലദ്വാരത്തിൽ വെച്ചാണ്. മലദ്വാരം. ഓക്കെ, അടുത്ത് കരളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കരളിലെ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, കരള് തുടർച്ചയായിട്ട് ജീർണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരെന്നാണ് ചോദ്യം. ഏതാണ് ഈ കരള് ജീർണിക്കാൻ കാര്യം? എന്തൊക്കെയായിരിക്കും മെയിനായിട്ട് ഇപ്പം ഈ അസുഖം വരാൻ കാര്യം? നമ്മൾ പേര് പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഈ കരള് ജീർണിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്ത്? സിറോസിസ് എന്ന് വിളിക്കും. കരള് തുടർച്ചയായിട്ട് ജീർണിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്ത്? സിറോസിസ്. നമുക്കറിയാം ഈ കരള് മുറിച്ച് കളഞ്ഞാലും വീണ്ടും പുനർജീവിക്കുന്ന അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യുന്ന ഒരു അവയവമാണ് എന്ന് പറയുന്നത് കരളെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ കരള് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു? ജീർണിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് റീജനറേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിൽ എന്ത് കിടക്കും? ജീർണിക്കുന്ന അവസ്ഥ വരും. ഈ ജീർണിക്കുന്ന അവസ്ഥ വിളിക്കുന്ന പേരാണ് എന്ത്? സിറോസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അമിതമായ മദ്യപാനമാണ്. ഓക്കെ, സിറോസിസിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മദ്യപാനമാണ്. ഓക്കെ, സിറോസിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യപാനമാണ്. അമിതമായ മദ്യപാനം കാരണം എന്തുണ്ടാവുന്നത്? സിറോസിസ് ഉണ്ടാവുന്നത്. ഫാറ്റി ലിവർ ഉണ്ടാവാൻ എന്ത് കാരണമാവും? അമിതമായ മദ്യപാനം കാരണമാവും. ഫാറ്റി ലിവർ ഉണ്ടാവും, മദ്യപാനം ആവാം, കഴിക്കുന്ന ആഹാരത്തിലുള്ള കൊഴുപ്പിന്റെ അളവായിരിക്കാം, ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഫാറ്റി ലിവർ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ സിറോസിസിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? മദ്യപാനം. ഓക്കെ, അടുത്ത് മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണം ഉണ്ടാക്കുന്നത് എന്തിന് കാരണമാകുന്നു? നമ്മൾ ഈ മദ്യം കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് സമയത്തിൽ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ആമാശയത്തിൻ്റെ മൃദുലമായ ഈ കോശഭിത്തിയുടെ ഈ പാളികൾ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ വ്രണം ഉണ്ടാകുന്നു. ആ പാളികൾ എന്തുണ്ടാകുന്നു? വ്രണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാകുന്നു. ഈ അവസ്ഥയെ വിളിക്കുന്ന പേര്, ഇതിന് കാരണം ഈ അവസ്ഥയെ വിളിക്കുന്ന പേരെന്നാണ് ചോദ്യം. എന്ന് വിളിക്കും അൾസർ എന്ന് വിളിക്കും. മദ്യപാനം കൊണ്ടോ ആഹാരം കറക്റ്റ് സമയത്ത് നമ്മൾ കഴിക്കാത്തത് കൊണ്ടോ ഉണ്ടാവുന്ന അസുഖമാണ് എന്ന് പറയുന്നത് അൾസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ നിന്ന് പറയും കുടൽപ്പുണ്ണ് എന്ന് പറയൂല്ലേ, കുടൽപ്പുണ്ണ് എന്ന് വിളിക്കുന്നത് എന്തിനാണ്? അൾസറിനെയാണ്. അതായത് ആമാശയത്തിൻ്റെയോ ചെറുകുടലിൻ്റെയോ ഒക്കെ എന്ത് ചെയ്യുന്നു? മൃദുലമായ ഭിത്തികൾ വ്രണം വരുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് അൾസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുടൽപ്പുണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ,
അത് മാറാൻ എന്ത് ചെയ്യണം? ഈ മദ്യപാനം ഒന്നുകിൽ മദ്യപാനമാണെങ്കിൽ മദ്യപാനം നിർത്തണം, അല്ലെന്നുണ്ടെങ്കിൽ ആഹാരം കറക്റ്റ് സമയത്ത് കഴിക്കാത്തതാണെന്നുണ്ടെങ്കിൽ ആഹാരം കറക്റ്റ് സമയത്തിന് കഴിക്കുകയും ഒരു ഗ്യാസ്ട്രോ കണ്ട് കറക്റ്റ് സമയത്ത് മരുന്നെടുക്കുകയും ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അൾസർ എന്തിന് കാരണമാവും? അൾസർ വലിയൊരു അസുഖമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ. ഓക്കെ, വയറുവേദനയൊക്കെ ഉണ്ടാവും. നമ്മുടെ വിസർജ്യത്തിൽ കൂടെ എന്ത് ചെയ്യുന്നു? രക്തം പുറത്തു വരുന്ന അവസ്ഥ ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന ആഹാരം ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഛർദ്ദിച്ച് വൊമിറ്റ് ചെയ്ത് പുറത്ത് കളയുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള അവസ്ഥയാണ് എന്ന് പറയുന്നത് അൾസർ എന്ന് പറയുന്നത്. നിസ്സാരമായിട്ട് കാണരുത്. ഓക്കെ, ആഹാരം കറക്റ്റ് സമയത്തിന് കഴിക്കണം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശരീരത്തിൽ ഒരു കോശം മാത്രമുള്ള ജീവിയെ വിളിക്കുന്ന പേര്. ശരീരത്തിൽ ഒറ്റ ഒരു ജീവി എന്ന് പറഞ്ഞാൽ എത്ര കോശം കാണുള്ളൂ? ഒരൊറ്റ കോശം കാണുള്ളൂ. അവയെ വിളിക്കുന്ന പേരെന്നാണ് ചോദ്യം. എന്ന് വിളിക്കും ഏകകോശ ജീവികൾ. ഒരു ഏകകോശ ജീവിക്ക് ഉദാഹരണം എന്ന് പറയാം. പെട്ടെന്ന് ഒരു ഏകകോശ ജീവി പറയാൻ പറഞ്ഞാന്ന് പറയാം അമീബ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണം അമീബ. അടുത്ത് അമീബയുടെ വിസർജന അവയവം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോവിനൊക്കെ ചോദിച്ചു കളയും. അമീബയുടെ വിസർജന അവയവമാണ് സങ്കോചഫേനം. അല്ലെങ്കിൽ കോൺട്രാക്റ്റൈൽ വാക്യൂൾ. സങ്കോചഫേനം അല്ലെങ്കിൽ കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് തന്നെ പറയും. ഓക്കെ, അടുത്ത് അമീബയുടെ വിസർജന വസ്തു ഏത്? അമീബയുടെ വിസർജ്യ വസ്തു ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? അമോണിയയാണ്. അമോണിയ. അമീബയുടെ വിസർജ്യ വസ്തു ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? അമോണിയ. ഓക്കെ, അടുത്ത ചോദ്യം അമീബയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അമീബയുടെ സഞ്ചാര അവയവം അല്ലെങ്കിൽ അമീബയെ സഞ്ചാരത്തിന് സഹായിക്കുന്ന അവയവം എന്ന് വെച്ച് ഏതാണ്? കപടപാദങ്ങളാണ്. കപടപാദം. അതിന് ഇംഗ്ലീഷ് വാക്കാണ് ഇമ്പോർട്ടൻ്റ്, സീഡോപോഡിയ. കപടപാദങ്ങൾ അല്ലെങ്കിൽ സീഡോപോഡിയ. ഇതാണ് അമീബയെ എന്തിന് സഹായിക്കുന്നത്? ചലിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, ചലനാവയവം എന്ന് പറയുന്നത്, അതായത് സഞ്ചാരാവയവം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് അമീബയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അടുത്ത് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണ്? ഒന്നുകൂടെ വായിക്കാം. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? ദഹനം, ഡൈജഷൻ. നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ എന്ത് ചെയ്യുന്നു? ലളിതമായ ഘടകങ്ങൾ, നമ്മൾ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലളിതമായ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ദഹനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ദഹനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ശരീരത്തിന് പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളെ ശരീരത്തിൽ പുറന്തള്ളുന്ന പ്രക്രിയ. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്തു? ദഹിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്ത് ചെയ്യും? ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവും ഇല്ലേ? ദഹനത്തിന്റെ ഫലമായിട്ട് വിസർജ്യ വസ്തുക്കളുണ്ടാവും. ഈ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രക്രിയ വിളിക്കുന്ന പേരെന്താണ്? വിസർജനം അല്ലേ? അതിപ്പോൾ എന്താവാം? അമോണിയ മാറി ഉണ്ടാകുന്ന യൂറിയ ആകാം, അല്ലെങ്കിൽ ദഹനത്തിന് ഫലമായി ഡൈജഷന് ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റുകളാവാം, അല്ലെങ്കിൽ നമ്മുടെ സ്വെറ്റ്, നമ്മൾ വിയർപ്പി കൂടെ പോകുന്നതാവാം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇതെല്ലാം എന്ത് തന്നെയാണ്? വിസർജ്യ വസ്തുക്കളാണ്. ഇവയെ പുറന്തള്ളുന്ന ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? വിസർജനം. പ്രക്രിയ വിളിക്കുന്ന പേര് വിസർജനം. ഓക്കെ, മനുഷ്യരിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ചോദ്യമാണ്. മനുഷ്യരിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ്. ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ. ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാൽഷ്യം. ഇപ്പം ആലോചിക്കുന്നത് കാൽഷ്യം ഒരു ലോഹമാണെന്നായിരിക്കും. കാൽഷ്യം ഒരു ലോഹമാണ്. ഓക്കെ, മനുഷ്യരിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്?
കാൽഷ്യമാണ്. ഏറ്റവും കുറവുള്ള ലോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? മാംഗനീസ് ആണ്. മാംഗനീസ്. മനുഷ്യരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം എന്ന് വെച്ചാൽ ഏതാണ്? മാംഗനീസ് ആണ്. മാംഗനീസ്. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂലകൾ അല്ലെങ്കിൽ ലോഹങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓക്സിജനും. ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ ഏതാണ്? കാൽഷ്യവും. ഏറ്റവും കുറവുള്ള മൂലകം അല്ലെ ലോഹം ചോദിച്ചാൽ ഏതാണ്? മാംഗനീസും ആണ്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് ചെയ്യുക. രക്തത്തിൽ നിന്ന് വിസർജ്യ വസ്തുക്കൾ നീക്കം ചെയ്ത് ആന്തര സമസ്ഥിതി നിലനിർത്തുന്ന അവയവങ്ങൾ ഏതൊക്കെ? ഓക്കെ, ഇന്നർ ബാലൻസ് നമ്മുടെ ശരീരത്തിൻ്റെ തുലന നില എന്നൊക്കെ വേണമെന്ന് പറയാം. അത് നിലനിർത്തുന്ന അവയവങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? അതായത് വിസർജ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളെ അല്ലെങ്കിൽ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളിക്കൊണ്ട് ശരീരത്തിൻ്റെ ആന്തര സമസ്ഥിതിയെ നിലനിർത്തുന്ന അവയവങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? 1 കരൾ. 2 ശ്വാസകോശം. 3 ത്വക്ക്. 4 വൃക്ക. ഇതാണ് ആന്തര സമസ്ഥിതിയെ നിലനിർത്തുന്ന ശരീരത്തിലെ അവയവങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രക്തത്തിൽ നിന്ന് വിസർജ്യ വസ്തുക്കളെ നീക്കം ചെയ്യുന്ന അവയവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കരളിന്റെ ജോലി എന്താണ് നോക്കുക. കരൾ ചെയ്യുന്ന ജോലി എന്താണ്? നൈട്രജൻ സംയുക്തമായ യൂറിയയുടെ നിർമ്മാണം. ഓക്കെ, അതായത് കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുവായ അമോണിയയെ എന്തായിട്ട് മാറ്റുന്നു? യൂറിയയായി മാറ്റുന്ന ആരാണ്? കരളാണ്. ഓക്കെ, ഒരു വിഷവസ്തുവിനെ എന്ത് ചെയ്യുന്നു? വേറൊരു വസ്തുവായിട്ട്, ശരീരത്തിന് അധികം ദോഷമില്ലാത്ത വിഷവസ്തുവായിട്ട് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. യൂറിയ നമ്മുടെ ശരീരത്തിന് ദോഷം തന്നെയാണ്, പക്ഷേ അമോണിയ ചെയ്യുന്നതിൻ്റെ അത്ര എന്തില്ല, ദോഷമില്ല. ഏത് കാരണം? യൂറിയ കാരണം. അതുകൊണ്ട് കരൾ എന്ത് ചെയ്യുന്നു? അമോണിയ എന്തായിട്ട് മാറ്റുന്നു? യൂറിയ ആയിട്ട് മാറുന്നു. ഈ അമോണിയ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകൾ ആകുമ്പോൾ ഈ അമിനോ ആസിഡുകൾ ദഹിപ്പിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അമോണിയ ഉണ്ടാവുന്നത്. ഓക്കെ, ഈ അമോണിയ എന്ത് ചെയ്യുന്നു? യൂറിയ ആക്കി മാറ്റുന്നതാണ് കരളിന്റെ ജോലി. അടുത്ത ശ്വാസകോശം. ശ്വാസകോശം ചെയ്യുന്നത് എന്താണ്? ശ്വാസകോശം ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. CO2 എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ഓക്സിജനെ ആഗിരണം ചെയ്യുന്ന ആരാണ്? ശ്വാസകോശമാണ്. അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ജോലിയാണ്. വിസർജന അവയവമായിട്ട് കണക്കാക്കേണ്ട കാര്യം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്, രക്തത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു. അടുത്ത് ത്വക്ക്. ഒരു വിസർജന അവയവമാണല്ലേ. ശരീരത്തിലെ ഏറ്റവും വലിയ വിസർജന അവയവം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ത്വക്കാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിച്ചു കഴിഞ്ഞാൽ ത്വക്കാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ത്വക്കാണ്. ഓക്കെ, അപ്പോൾ ശരീരത്തിലെ ഏറ്റവും വലിയ വിസർജന അവയവമായ ത്വക്ക് ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിയർപ്പ് വഴി എന്ത് ചെയ്യുന്നു? വിയർപ്പ് വഴി ജലം, ലവണം എന്നിവ എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു. ഓക്കെ, വിയർപ്പ് വഴി എന്ത് ചെയ്യുന്നു? ജലം, ലവണം പോലുള്ളവ എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നതാണ് ആരുടെ ജോലി? ത്വക്കിന്റെ ജോലി എന്ന് പറയുന്നത്. ത്വക്കിന്റെ ജോലി. അടുത്ത് വൃക്ക. മനുഷ്യരത്തിലെ പ്രധാന വിസർജനാവയവം. മനുഷ്യരത്തിലെ പ്രധാന വിസർജനാവയവം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വൃക്കയാണ്. വൃക്ക. ഓക്കെ, വൃക്ക ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂറിയ എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂറിയെ ജലം വഴി എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു. എന്തായിട്ട്? യൂറിനായിട്ട് എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു. ഇതാണ് ആരുടെ ജോലി? വൃക്കയുടെ ജോലി. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രോട്ടീനുകളെ വിഘടിപ്പിച്ചുണ്ടാവുന്ന അടിസ്ഥാന ഘടകം എന്തെന്നാണ്? പ്രോട്ടീനുകളെ വിഘടിപ്പിച്ചുണ്ടാവുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം ഏതെന്നാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്? അമിനോ ആസിഡുകളാണ്. ഈ അമിനോ ആസിഡുകളുടെ വിഘടന ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവാണ് ഏതാണ്? ശരീരത്തിന് ഹാനികരമായ വസ്തുവാണ് ഏത്? അമോണിയ. ഈ കരളിൽ വെച്ച് എന്ത് ചെയ്യുന്നു? അമോണിയയെ എന്താക്കി മാറ്റുന്നു? ജലവും കാർബൺ ഡൈ ഓക്സൈഡും ചേർത്ത് ഇത് മാറ്റുന്നു? യൂറിയാക്കി മാറ്റുന്നു. അമോണിയയെ യൂറിയാക്കുന്നത് എങ്ങനെയാണ്? അമോണിയയെ കരളിൽ വെച്ച് എന്ത് ചെയ്യുന്നു? യൂറിയാക്കി മാറ്റുന്നു. ഞാൻ പറഞ്ഞു യൂറിയാക്കുന്നത് എങ്ങനെയാണ്? ജലവും
കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചാണ്. ജലവും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നു. ഓക്കെ, കരളിൽ വെച്ച്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ജലവും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വിളിക്കുന്നു? മനുഷ്യത്തിലെ രാസപരീക്ഷണശാല എന്ന് കരൾ അറിയപ്പെടുന്നു. അടുത്ത്, രക്തത്തിൽ നിന്ന് യൂറിയയും അധികമായ ജലവും ലവണങ്ങളെ അരിച്ചു മാറ്റുന്ന ശരീരത്തിന്റെ അവയവമാണ് ഏത്? രക്തത്തിൽ നിന്ന് യൂറിയയെയും ശരീരത്തിന് അധികമായ ജലത്തെയും ആവശ്യമില്ലാത്ത ലവണങ്ങളെയൊക്കെ അരിച്ചു മാറ്റുന്ന അവയവം ഏത് വെച്ചാൽ ഏതാണ്? വൃക്കയാണ്. വൃക്കയുടെ അടിസ്ഥാന ഘടകത്തെ വിളിക്കുന്ന പേരെന്താണ്? നെഫ്രോൺ എന്നാണ്. വൃക്കയുടെ അടിസ്ഥാന ഘടകത്തെ വിളിക്കുന്ന പേര് നെഫ്രോൺ. ഓക്കെ, ഒരു വൃക്കയിൽ എത്ര നെഫ്രോണുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 1.2 ദശലക്ഷം. അതായത് 1.2 മില്യൺ ആണ്. 1.2 ദശലക്ഷം നെഫ്രോണുകളാണ് ഏതിൽ കാണപ്പെടുന്നത്? ഒരു വൃക്കയിൽ കാണപ്പെടുന്നത്. വൃക്കയിലെ രക്തത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്ന വൃക്കയുടെ ഭാഗത്തിന്, നെഫ്രോണിന്റെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഏത്? ബോമാൻസ് ക്യാപ്സ്യൂള്. നെഫ്രോണിലെ രക്തത്തെ അരിക്കാൻ സഹായിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ബോമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, രക്തത്തിലെ മലിനവസ്തുക്കളെ അരിക്കാൻ സഹായിക്കുന്ന നെഫ്രോണിന്റെ ഭാഗത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. ഓക്കെ, അടുത്ത നമുക്ക് കുറച്ച് വിസർജ്ജ വസ്തുക്കൾ പഠിക്കാം. യൂറിയ ഏതിന് വിസർജ്ജ വസ്തുവാണ് നമ്മൾ പഠിച്ചു? ഒട്ടുമിക്ക എല്ലാ ജന്തുക്കളെയും, അതായത് ഈ സസ്തനികളുടെയും മനുഷ്യന്റെയും ഒക്കെ വിസർജ്ജ വസ്തു ഏത് തന്നെയാണ്? യൂറിയ തന്നെയാണ്. അതേസമയം പക്ഷികളുടെയും ഉരകങ്ങളുടെയും റെപ്റ്റൈലുകളുടെയും വിസർജ്യ വസ്തു ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? യൂറിക് ആസിഡ്. പക്ഷികളുടെയും ഉരകങ്ങളുടെയും റെപ്റ്റൈലുകളുടെയൊക്കെ വിസർജ്യ വസ്തു ഏതെന്ന് വെച്ചാൽ ഏതാണ്? യൂറിക് ആസിഡ്. അതേസമയം മത്സ്യത്തിന്റെ വിസർജ്യ വസ്തു ഏതെന്ന് വെച്ചാൽ ഏതാണ്? അമോണിയയാണ്. മത്സ്യങ്ങളുടെ വിസർജ്യ വസ്തു ഏതെന്ന് വെച്ചാൽ ഏതാണ്? അമോണിയയാണ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത്, വൃക്കയുമായി ബന്ധപ്പെടുന്ന രോഗമാണ്. വൃക്കകൾ രണ്ടും തകരാറിലാകുന്ന അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് യുറീമിയ. വൃക്കകൾ രണ്ടും തകരാറിലാവുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്ത്? യുറീമിയയുടെ ചികിത്സാ രീതിയാണ് ഡയാലിസിസ്. എന്നാൽ പൂർണ്ണമായിട്ട് യുറീമിയ ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ? അതായത് ഡയാലിസിസ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞ് യുറീമിയ മാറുമോ? ഇല്ല. 2 വൃക്കകളും പ്രവർത്തനം ചെയ്താവുന്ന അവസ്ഥയാണ് യുറീമിയ. അതിന്റെ പൂർണ്ണമായ ചികിത്സാ രീതി എന്ന് പറയുന്നത് എന്താണ്? വൃക്ക മാറ്റിവെക്കലാണ്. ഓക്കെ, വൃക്ക മാറ്റിവെക്കൽ മാത്രമേ അതിന്റെ പൂർണ്ണമായ ചികിത്സാ രീതി എന്ന് പറയത്തുള്ളൂ. അതേസമയം അതിന്റെ ഒരു ടെമ്പററി ചികിത്സാ രീതി എന്ന് പറയുന്നത് ഏതാണ്? ഡയാലിസിസ് ആണ്. ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു ഡയാലിസിസ് യൂണിറ്റ്, വൃക്ക പോലെ പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ശരീരത്തിലെ ഒരു രോഗിയുടെ രക്തം എന്ത് ചെയ്യുന്നു? രക്തത്തിലെ യൂറിയ എന്ത് ചെയ്യുന്നു? മാറ്റുന്ന പ്രവർത്തനമാണ് എന്ന് പറയുന്നത് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, യുറീമിയ എന്ന് പറയുന്നത് 2 വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ. അതിന്റെ ഒരു ചികിത്സാ രീതിയാണ് ഡയാലിസിസ്. എന്നാൽ അതിന്റെ പൂർണ്ണമായ ചികിത്സാ രീതി എന്ന് പറയുന്നത് എന്താണ്? വൃക്ക ശസ്ത്രക്രിയ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത്, മൂത്രത്തിന് മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏതെന്നാണ് ചോദ്യം. ഏതാണ്? യൂറോക്രോമാണ്. മൂത്രത്തിന് മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? യൂറോക്രോമാണ്. യൂറോക്രോം. ഓക്കെ, ഇത്രയാണ് ഏത്? വൃക്കയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അടുത്ത്, വൃക്കയുമായി ബന്ധപ്പെടുന്ന വേറൊരു അസുഖമാണ് നെഫ്രൈറ്റിസ്. എന്താണ് നെഫ്രൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം അണുബാധ മൂലമോ അല്ലെങ്കിൽ വിഷബാധ മൂലമോ ഉണ്ടാകുന്ന വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? നെഫ്രൈറ്റിസ്. എന്താ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുബാധ മൂലമോ
വിഷബാധ മൂലമോ വൃക്കയ്ക്കുണ്ടാവുന്ന വീക്കത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? നെഫ്രൈറ്റീസ്. ഓക്കെ, അടുത്ത നമുക്ക് ത്വക്ക് നോക്കാം. എന്താണ് ത്വക്ക്? ത്വക്കെന്ന് പറയുന്നത് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ വിസർജനാവയവമാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വക്കാണ്. ത്വക്ക്. ഓക്കെ, അപ്പോൾ ത്വക്കിന്റെ പഠനത്തെ വിളിക്കുന്ന പേരെന്താണ്? ത്വക്കിന്റെ പഠനത്തെ വിളിക്കുന്ന പേര് ഡെർമറ്റോളജി. ഓക്കെ, ഡെർമറ്റോളജി. ഓക്കെ, മനുഷ്യശരീരത്തിലെ താപനില ക്രമീകരിക്കുന്ന അവയവം വെച്ച് കഴിഞ്ഞാൽ ത്വക്കാണ്. മനുഷ്യശരീരത്തിലെ താപനില ക്രമീകരിക്കുന്ന അവയവം വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ത്വക്ക്. ഓക്കെ, പിന്നെ ത്വക്കുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ്? ത്വക്കിന്റെ ചർമ്മപാളികൾ ഏതെല്ലാം? ത്വക്കിന്റെ പാളികൾ, അല്ലെങ്കിൽ നമ്മളെ ത്വക്ക് എടുത്തു കഴിഞ്ഞാൽ ത്വക്കിന് 2 പാളികളുണ്ട്. ഏതൊക്കെയാണ് ആ 2 പാളികൾ എന്ന ചോദ്യം. ആദിചർമ്മം അല്ലെങ്കിൽ എപ്പിഡെർമിസും അധോചർമ്മം എൻഡോഡെർമിസും. പുറമേ കാണുന്നത് ആദിചർമ്മവും അകത്ത് കാണപ്പെടുന്നത് അധോചർമ്മവുമാണ്. അധോചർമ്മവും. ഓക്കെ, ത്വക്കിൽ വിയർപ്പുണ്ടാക്കുന്ന ഗ്രന്ഥി എന്താണ്? ത്വക്കിലെ വിയർപ്പുണ്ടാക്കുന്ന ഗ്രന്ഥി ഏതാണ്? വിയർപ്പ് ഗ്രന്ഥിയാണ് അല്ലേ? സ്വെറ്റ് ഗ്ലാൻഡ്. അടുത്ത്, അമിതമായി ജലവും ലവണവും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ. അമിതമായി ജലവും ലവണവും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ. ഇപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്നത് നിർജ്ജലീകരണമാണ് അല്ലേ? ചൂട് കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് ജലവും ലവണവും നഷ്ടപ്പെട്ടു പോകുന്നു. അവസ്ഥയാണ് നിർജ്ജലീകരണം. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലത്തിന്റെ പുനരാഗിരണം നടക്കുന്നത് എവിടെ വെച്ചാണ്? പുനരാഗിരണം നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻകുടലിൽ വെച്ചാണ്. അതേസമയം നമ്മുടെ രക്തത്തിൽ നിന്ന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ യൂറിനിൽ കൂടി നഷ്ടപ്പെടുന്ന ജലത്തിന്റെ പുനരാഗിരണം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ചാണ്? അതായത് നമ്മുടെ മൂത്രത്തിൽ കൂടി നഷ്ടപ്പെടാൻ പോകുന്ന ജലത്തിന്റെ പുനരാഗിരണം നടക്കുന്ന എവിടെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ചാണ്? വൃക്കയിൽ വെച്ചാണ്. ഓക്കെ, അതേസമയം ശരീരത്തിന് ആവശ്യമായ ജലത്തിന്റെ പുനരാഗിരണം നടക്കുന്ന എവിടെ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? വൻകുടലിൽ വെച്ചാണ്. വൻകുടലിന്റെ ആരംഭ ഭാഗത്ത് വിരൽ പോലെ കാണപ്പെടുന്ന അവയവം അല്ലെങ്കിൽ ഭാഗം എന്ന് വെച്ചാൽ ഏതാണ്? വെർമിഫോം അപ്പൻഡിക്സ് ആണ്. നമ്മൾ വൻകുടൽ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കുടലൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും വൻകുടൽ തുടങ്ങുന്ന ഭാഗം, ഇത് വൻകുടൽ തുടങ്ങുന്ന ഭാഗമാണ്. ഇത് ഇങ്ങനെയാണ് വൻകുടൽ വരയ്ക്കുന്നത്. വൻകുടൽ തുടങ്ങുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ വിരൽ പോലൊരു സാധനം വരച്ചിട്ട് നമ്മൾ വൻകുടൽ ഇങ്ങനെ വരയ്ക്കുന്നത് അല്ലേ? വൻകുടൽ, പിന്നെ റെക്റ്റം, ഏനസം പറഞ്ഞ് ഇങ്ങനെ വരയ്ക്കുന്ന ഇവിടെയാണ്. ഇതിൽ ഈ വിരൽ പോലെ കാണുന്ന ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്നാണ് ചോദ്യം. എന്തെന്ന് വിളിക്കും അതിനെ? വെർമിഫോം അപ്പൻഡിക്സ് എന്ന് വിളിക്കും. വെർമിഫോം അപ്പൻഡിക്സ്. ഈ വെർമിഫോം അപ്പൻഡിക്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അവസ്ഥയാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയും. വെർമിഫോം അപ്പൻഡിക്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വീക്കൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ് അപ്പൻഡിസൈറ്റിസ് നമ്മൾ പറയും അല്ലേ? ചിലപ്പോൾ അപ്പൻഡിക്സ് ഒക്കെ റിമൂവ് ചെയ്യാറുണ്ട് കുട്ടികൾക്കൊക്കെ. കൂടുതലായിട്ട് കുട്ടികൾക്കാണ് വരുന്നത്. ഈ മലിന വസ്തുക്കൾ അടിഞ്ഞു കൂടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ടോ ഒക്കെ ഉണ്ടാകുന്നതാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ വിരൽ പോലെ കാണുന്ന അവയവത്തെ വിളിക്കുന്ന അല്ലെങ്കിൽ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വെർമിഫോം അപ്പൻഡിക്സ്. ഈ വിരൽ പോലുള്ള വൻകുടൽ തുടങ്ങുന്ന ഭാഗത്തുനിന്ന് വിരൽ പോലുള്ള കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് വില്ലസ് എന്നാണ്. വില്ലസ് അല്ല. വൻകുടൽ തുടങ്ങുന്ന ഭാഗത്ത് വിരൽ പോലുള്ള ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് വെർമിഫോം അപ്പൻഡിക്സ്. ഇതുകൊണ്ട് നമുക്ക് അധികം ഉപയോഗമല്ല കേട്ടോ. അതേസമയം ഈ സസ്യബുക്കുകൾക്ക് ഈ വെർമിഫോം അപ്പൻഡിക്സ് കൊണ്ട് ഉപയോഗമുണ്ട്. നമുക്ക് ഈ സെല്ലുലോസ് ദഹിപ്പിക്കാനുള്ള കഴിവില്ല. മനുഷ്യന് എന്തല്ല സെല്ലുലോസ് ദഹിപ്പിക്കാനുള്ള കഴിവില്ല. സസ്യങ്ങളിൽ കാണപ്പെടുന്നൊരു കാർബോഹൈഡ്രേറ്റ് ആണ് എന്ന് പറയുന്നത് സെല്ലുലോസ് എന്ന് പറയുന്നത്. അത് ദഹിപ്പിക്കാൻ ആർക്ക് കഴിവില്ല? മനുഷ്യർക്ക് കഴിവില്ല. അതേസമയം ഈ സസ്യബുക്കുകൾക്ക്, അതായത് നമ്മൾ ഏതെന്ന് പറയുന്ന ഈ പശു പോലുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു? അപ്പൻഡിക്സ് എന്ന് പറയുന്നത് വർക്കിംഗ് ആണ്. ഈ അപ്പൻഡിക്സിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? സെല്ലുലോസ് ദഹിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കത് ഉപയോഗമില്ല. അതുകൊണ്ടാണ് അത് ഒരു വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. വെർമിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗമില്ലാത്ത സാധനമാണ്.
ഓക്കെ, അപ്പൻഡിക്സ് നമുക്ക് വല്ല ദോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ള ഇതിൽ വരുന്ന ചോദ്യമാണ് ഈ ആഗ്നേയരസം, അതായത് പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ പേര് തന്നെ ഉണ്ട്. എവിടെ വെച്ചാണ് ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നത്? ആഗ്നേയ ഗ്രന്ഥിയിൽ വെച്ചാണ്, അല്ലെങ്കിൽ പാങ്ക്രിയാസിൽ വെച്ചാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആമാശയ രസം ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ചു. ആമാശയ രസത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതെന്ന് പഠിച്ചു. ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് അവിടെ ഉള്ളതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്ന പ്രവർത്തനം ആരുടേതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതേസമയം അപ്പോൾ നമ്മൾ ആലോചിക്കും, നമുക്ക് പിന്നെ എങ്ങനെയാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത് എന്നല്ലേ? ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്ന രോഗാണുക്കൾ എന്ത് കാരണം നശിക്കില്ല? HCl കാരണം നശിക്കാത്ത രോഗാണുക്കളാണ് എന്ത് ചെയ്യുന്നത്? ഈ നമുക്ക് ഫുഡ് പോയ്സണിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത്രയാണ് അന്നപാതത്തിലൂടെ എന്ന ചാപ്റ്ററിൽ വരുന്നത്. നമ്മൾ 2 പാർട്ടായിട്ടാണ് എന്ത് ചെയ്തത്? അന്നപാതത്തിലൂടെ എന്ന ചാപ്റ്റർ തീർത്തത് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്ററാണ്. നമ്മൾ ആദ്യം തീർത്തത് ഏതായിരുന്നു? നമ്മൾ ആദ്യം തീർത്തതെന്ന് പറയുന്നത് ഏത് ചാപ്റ്ററായിരുന്നു? കൃഷി എന്ന ചാപ്റ്ററാണ് നമ്മൾ ആദ്യം തീർത്തത്. 7ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ കൃഷി എന്ന ചാപ്റ്ററാണ് നമ്മൾ ആദ്യം തീർത്തത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞതാണ് അന്നപാതത്തിലൂടെ എന്ന ചാപ്റ്റർ. അത് 2 പാർട്ടായിട്ടാണ് നമ്മൾ തീർത്തിട്ടുള്ളത്. ആദ്യത്തെ പാർട്ട് എല്ലാവരും കാണണം, നോട്ട് എഴുതണം. അതേപോലെ തന്നെ 2ാമത്തെ പാർട്ട് എല്ലാവരും കാണണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണണം. ഇതിന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.